ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് മിക്കവാറും വീടുകളിൽ അമ്മമാരുണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. പുതിയ തരത്തിലുള്ള റെസിപ്പിയൊന്നുമല്ല. എന്നാലും ബിഗിനേഴ്സ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ്. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും പ്രസ് ചെയ്തേക്കുക. തോരൻ തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുക. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് ചിക്കിയെടുക്കുക. ഇതുപോലെ ചിക്കിയെടുത്താൽ മതിയാവും. ഒരുപാട് അങ്ങ് തരിയായി പോകുന്ന പോലെ ചിക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി മുട്ടയിലേക്ക് ചേർക്കാൻ പാകത്തിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ചിരവിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സൈസ് കറിവേപ്പിലയുടെ ഇലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കറിവേപ്പില ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആ തോരൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ. അതുകൊണ്ടാണ് 1 മാത്രം ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാ കറിക്കൊക്കെ ഉപയോഗിക്കില്ല ആ ജീരകം തന്നെയാണ്. പിന്നെ 1 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവ വെള്ളം ചേർക്കാതെ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ അരച്ചെടുക്കുക. മുട്ട ചിക്കിയതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങ കുറച്ച് വെന്ത് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ ചൂടിൽ കിടന്ന് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും മുരിങ്ങയില. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലണ്ടനിലൊക്കെ മുരിങ്ങയില വളരെ റെയറാണ് കേട്ടോ. ഇത് ഞാൻ കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒന്നും സ്ഥിരം കിട്ടുന്ന കാര്യമല്ല ഈ മുരിങ്ങയില. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തളയാന്നങ്ങ് തീരുമാനിച്ചു. നേരത്തെ നമ്മൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിരുന്നു. മുരിങ്ങയില ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ അത് നന്നായിട്ട് വെന്തോളും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.